ഹലോ ഫ്രണ്ട്സ്, ഞാൻ പ്രവീൺ. നമുക്ക് കെംട്യൂട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് എന്ന ഭാഗത്ത് നിന്നും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നുള്ള ടോപ്പിക്കാണ്. സോ നോക്കൂ, എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? കൂട്ടുകാരെ, രണ്ടാറ്റങ്ങൾ എയും ബിയും, രണ്ടാറ്റങ്ങൾ എയും ബിയും, അവർ തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു. അതായത് ഇപ്പൊ എയുടെ ഒരു ഇലക്ട്രോൺ, അതുപോലെ ബിയുടെ ഒരു ഇലക്ട്രോൺ, ഇങ്ങനെ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു. അപ്പൊ എ ബി എന്നിങ്ങനെ രണ്ടാറ്റങ്ങൾ അവർ പരസ്പരം ഓരോ ഇലക്ട്രോൺസിനെ പങ്കുവച്ചിരിക്കുന്നു. അപ്പൊ എയും ബിയും കൂടി ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു. ഇങ്ങനെയാണല്ലോ ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടാവുക. സോ കോവാലന്റ് ബോണ്ട് ഉണ്ടാവുക അഥവാ സഹസംയോജന ബന്ധനങ്ങൾ ഉണ്ടാവുക എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. രണ്ടാറ്റങ്ങൾ തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുമ്പോഴാണ് ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാവുക, അല്ലെ? അപ്പൊ എ ബി എന്നിങ്ങനെ രണ്ടാറ്റങ്ങൾ തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ച് ഒരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നു, എ ബി എന്ന കോമ്പൗണ്ട് ഉണ്ടായിരിക്കുന്നു. അപ്പൊ ഈ കോമ്പൗണ്ടിൽ എയുടെയും ബിയുടെയും മധ്യഭാഗത്തായിട്ടാണ് ഇലക്ട്രോൺ പെയർ നിൽക്കേണ്ടത്, അല്ലെ? സോ ദി ഇലക്ട്രോൺ പെയർ ഷുഡ് ലൈ എക്സാക്ട്ലി ബിറ്റ്വീൻ ദീസ് ആറ്റംസ്, അല്ലെ? എയും ബിയും എന്നിങ്ങനെ രണ്ടാറ്റങ്ങൾ ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചൊരു കോമ്പൗണ്ട് ഉണ്ടായാൽ ആ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഈ രണ്ടാറ്റങ്ങളുടെയും മധ്യഭാഗത്തായി നിൽക്കണം. എന്നാൽ ഇലക്ട്രോണുകളെ പങ്കുവെച്ച് രണ്ടാറ്റങ്ങൾ ചേർന്നൊരു കോമ്പൗണ്ട് ഉണ്ടായിരിക്കുമ്പോൾ ആ കോമ്പൗണ്ടിലെ പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോണുകൾ, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണുകളെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാൻ ഒരു ആറ്റത്തിനുള്ള കഴിവ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇപ്പൊ നോക്കൂ, എയും ബിയും ചേർന്ന് ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു, ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിരിക്കുന്നു. ഈ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ബി അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്താൽ ഇലക്ട്രോൺ പെയറിനെ അട്രാക്ട് ചെയ്യാനുള്ള ബിയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി is the tendency of an atom to attract shared pair of electron towards it. Friends, I repeat, electronegativity is the tendency of an atom. ഇവിടെ ആർക്കാ? ബിക്ക്, അല്ലെ? ഇലക്ട്രോനെഗറ്റിവിറ്റി is the tendency of this atom to attract shared pair of electron towards it. അങ്ങനെ പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോണുകളെ അതിനടുത്തേക്കൊന്ന് അട്രാക്ട് ചെയ്ത് നിർത്തുന്നു. ആ ഇലക്ട്രോണുകളെ സ്വന്തമാക്കാൻ കഴിയില്ല, അതിനടുത്തേക്കൊന്ന് അട്രാക്ട് ചെയ്ത് നിർത്തുന്നു. അതിനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ നോക്കൂ, എയും ബിയും ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു. ഇപ്പൊ ഇലക്ട്രോൺ പേരുകളെ ബി അതിനടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തി. സോ ഇപ്പോ ബിക്ക് ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് കിട്ടുന്നുണ്ട്, അല്ലെ? കാര്യം എന്താ? ഇലക്ട്രോൺ പേരുകൾ ബിക്ക് അടുത്തേക്ക് നീങ്ങുന്നു. അപ്പൊ ബിക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ്, ഞാൻ ഡെൽറ്റ ഇട്ടാ കാണിക്കുന്നത്, സ്മാൾ ഡെൽറ്റ, ഡെൽറ്റ മൈനസ്. അപ്പൊ എക്ക് ഇലക്ട്രോൺ പേരുകൾ നഷ്ടം വന്നു, അപ്പൊ അതിലൊരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ നിങ്ങളുടെ ഈ മോളിക്യൂളിന് ഇപ്പൊ ഒരു പൊളാരിറ്റി ഉണ്ടായി എന്ന് പറയാം. അപ്പൊ ഇത് പോളാറായി എന്ന് പറയാൻ സാധിക്കും. സോ ഇപ്പൊ ഇതൊരു പോളാർ മോളിക്യൂൾ ആണ്, അല്ലെ? ശരി, നമുക്ക് ആ പോർഷൻ പറയേണ്ട. നമുക്ക് പറയേണ്ടത് എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് മാത്രമാണ്. നോക്കൂ, electronegativity is the tendency of an atom. So what is electronegativity? Friends, electronegativity is the tendency of an atom to attract shared pair of electron towards it. ഒരു ആറ്റത്തിന് പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോണുകളെ അതിനടുത്തേക്ക് പിടിച്ചെടുപ്പിക്കാനുള്ള കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, ഞാനൊരു ജനറൽ കേസ് അല്ല പറഞ്ഞത്, നമുക്കൊരു പർട്ടിക്കുലർ കേസ് എടുത്ത് പരിശോധിച്ച് നോക്കാം. നോക്കൂ, നിങ്ങൾ HCl എന്ന ഒരു മോളിക്യൂൾ പരിഗണിച്ച്, HCl എന്ന മോളിക്യൂൾ നോക്കൂ, ഹൈഡ്രജനും ക്ലോറിനും പെയർ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെ? ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ച് HCl എന്ന മോളിക്യൂൾ ഉണ്ടായിരിക്കുന്നു. ഇവിടെ പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോണുകളെ അടുത്തേക്ക് പിടിച്ചടുപ്പിക്കാനുള്ള ക്ലോറിൻ ആറ്റത്തിന്റെ കഴിവ്. അപ്പൊ ഇലക്ട്രോൺ പെയറുകൾ ആർക്കടുത്തേക്ക് നിൽക്കും? ക്ലോറിനടുത്തേക്ക് നിൽക്കും. അതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. സോ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയാം. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറുകളെ അടുത്തേക്ക് പിടിച്ചടുപ്പിക്കാനുള്ള കഴിവാണ്. അപ്പൊ നിങ്ങൾ HCl എന്ന മോളിക്യൂൾ പരിഗണിച്ചാൽ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. ക്ലോറിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ പിടിച്ചടുത്തേക്ക് വെക്കാനുള്ള കഴിവ് ക്ലോറിന് ഹൈഡ്രജനേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇലക്ട്രോൺ പേരുകൾ ആർക്കടുത്തേക്ക് നിൽക്കും? ക്ലോറിനടുത്തേക്ക് നിൽക്കും. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ എന്ത് ഡെവലപ്പ് ചെയ്യും? സോ ഇലക്ട്രോൺ പേരുകൾ ക്ലോറിനടുത്തേക്ക് നിൽക്കുമ്പോൾ ക്ലോറിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജ്, ഹൈഡ്രജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? സോ ഇറ്റ് ഇസ് ദി ടെൻഡൻസി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്. രണ്ട് ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തൊരു കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുമ്പോൾ അവിടെ ഷെയർ ചെയ്തിരിക്കുന്ന പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അടുത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്താനുള്ള
ഒരാറ്റത്തിന്റെ അതായത് ആറ്റങ്ങളുടെ കഴിവിനെ ഇലക്ട്രോണെഗറ്റിവിറ്റി എന്ന് വിളിക്കാം. ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ ആറ്റം ഇലക്ട്രോണുകളെ അതിനടുത്തേക്ക് പിടിച്ചു നിർത്തും. അപ്പൊ നിങ്ങൾ HCl എന്ന മോളിക്യൂൾ എടുത്താൽ ക്ലോറിൻ ഈസ് മോർ ഇലക്ട്രോണെഗറ്റീവ്. അപ്പൊ ഇലക്ട്രോൺ പേരുകൾ ആർക്കടുത്തേക്ക് നിൽക്കും? ക്ലോറിനടുത്തേക്ക് നിൽക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടിയ ആൾക്ക് ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് കൈവരും, ഇലക്ട്രോണെഗറ്റിവിറ്റി കുറഞ്ഞ ആൾക്ക് ഒരു ചെറിയ പോസിറ്റീവ് ചാർജ് കൈവരും. സോ ഇതാണ് ഇലക്ട്രോണെഗറ്റിവിറ്റി അല്ലെ. നോക്കൂ, ഇനി നമുക്ക് പറയേണ്ടത് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ പീരിയോഡിക് ഉണ്ട്. അതായത് പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടം ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ടോപ്പ് ടു ബോട്ടം ഒബ്സർവ് ചെയ്താൽ, അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ഒബ്സർവ് ചെയ്താൽ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും എന്നാണ് നമുക്ക് പറയണത്. നോക്കൂ, ഞാൻ രണ്ട് ആറ്റങ്ങൾ എയും ബിയും ചേർന്ന് ഒരു ജോഡി ഇലക്ട്രോണുകൾ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിരിക്കുന്ന കണ്ടീഷൻ പരിഗണിക്കും. അപ്പൊ ഇതാണ് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. ഇത് ആറ്റം എ, ഇത് ആറ്റം ബി. ആറ്റം എ വലുതും ആറ്റം ബി ചെറുതുമാണ്. നോക്കൂ, നിങ്ങൾ രണ്ട് ആറ്റങ്ങളുടെയും ന്യൂക്ലിയസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. നോക്കൂ, എയുടെ ന്യൂക്ലിയസിൽ നിന്ന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിലേക്കുള്ള ദൂരം കൂടുതലാണ്, പക്ഷേ ബിയുടെ ന്യൂക്ലിയസിൽ നിന്ന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിലേക്കുള്ള ദൂരം കുറവാണ്. അപ്പോ ഈ പങ്കുവച്ചിരിക്കുന്ന ഇലക്ട്രോണുകളെ നന്നായി അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ആർക്കായിരിക്കും? ബി എന്ന ആറ്റത്തിനായിരിക്കും. നോക്കൂ, രണ്ട് ആറ്റങ്ങൾ ചേർന്ന് ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു. ഒരാറ്റം വലുതും ഒരാറ്റം ചെറുതുമാണ്. ചെറിയ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അപ്പൊ അയാൾക്ക് പെട്ടെന്ന് ഇലക്ട്രോണുകളെ പിടിച്ചടുപ്പിക്കാൻ സാധിക്കും. സോ ചെറിയ ആറ്റം നിങ്ങൾക്ക് എന്താണെന്ന് പറയാം? മോർ ഇലക്ട്രോനെഗറ്റീവ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ കൂട്ടുകാരെ, സൈസ് ചെറുതാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? രണ്ടാറ്റങ്ങൾ ചേർന്ന് ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവച്ചിരിക്കുന്നു. ഒന്ന് വലിയ ആറ്റവും ഒന്ന് ചെറിയ ആറ്റവുമാണ്. സ്മാളർ ആറ്റത്തെ സംബന്ധിച്ച് അതിന്റെ ന്യൂക്ലിയസിൽ നിന്ന് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അപ്പൊ അത് ഇലക്ട്രോൺ പേരുകളെ നന്നായി അട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് സൈസുമായി റിലേറ്റ് ചെയ്തൊരു കാര്യം മനസ്സിലായല്ലോ. ആ സൈസ് കുറഞ്ഞിരിക്കുന്ന ആറ്റങ്ങൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അപ്പൊ സൈസ് കൂടിയ ആറ്റത്തെ സംബന്ധിച്ചോ? സൈസ് കൂടിയ ആറ്റത്തെ സംബന്ധിച്ച് അതിന്റെ ന്യൂക്ലിയസിൽ നിന്ന് പുറത്തേക്കുള്ള ഏറ്റവും പുറത്തിരിക്കുന്ന ഈ ഇലക്ട്രോണിലേക്കുള്ള അകലം വളരെ കൂടുതലായിരിക്കും. അപ്പൊ സൈസ് കൂടിയ ആറ്റത്തെ സംബന്ധിച്ച് അതിന് ഇലക്ട്രോണിനെ വലിച്ചെടുപ്പിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പൊ അതിന് ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവായിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ കൂട്ടുകാരെ, ഒന്നുകൂടി, ചെറിയ ആറ്റങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതലും വലിയ ആറ്റങ്ങളെ സംബന്ധിച്ച് അവരുടെ ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവുമായിരിക്കും. എന്തുകൊണ്ട്? അവരുടെ ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള ദൂരം, ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിലേക്കുള്ള ദൂരം കൂടുതലാണ്. അപ്പൊ അവരുടെ ഇലക്ട്രോണെഗറ്റിവിറ്റി കുറവായിരിക്കും. അപ്പൊ ചെറിയ ആറ്റങ്ങൾ സൈസ് ചെറുതാവുമ്പോൾ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടും. സൈസ് വലുതാവുമ്പോഴോ? ആ സൈസ് വലുതാവും തോറും പുറത്തേക്കുള്ള ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോണിനെ പിടിക്കാനുള്ള കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോണെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇനി നമുക്ക് പീരിയോഡിക് ട്രെൻഡ്സ് എളുപ്പത്തിൽ പറയാൻ പറ്റുമല്ലോ. നോക്കൂ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡൗൺ ദി ഗ്രൂപ്പ് എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ? അറ്റോമിക് സൈസ് ഇൻക്രീസസ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. താഴേക്ക് വരുന്തോറും ആറ്റങ്ങളുടെ വലിപ്പം കൂടി വരും. ഇങ്ങനെ അല്ലേ, സൈസ് ഇങ്ങനെ കൂടി വരും. ഫ്രണ്ട്സ്, സൈസ് കൂടിയാൽ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞ്? വലിയ ആറ്റങ്ങളിലേക്ക് ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കുറയില്ലേ? ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കുറയില്ലേ? കാരണം എന്താ നോക്കൂ, ഈ ഡിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലെ. അപ്പോ സൈസ് കൂടുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കുറയും. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? എന്താ പറഞ്ഞേ? താഴേക്ക് വരുംതോറും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ഇലക്ട്രോണിനെ പിടിക്കാനുള്ള കഴിവ് കുറയും. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. അപ്പോ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുംതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയും. അപ്പൊ ഗ്രൂപ്പിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴോ നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ, അതായത് എലോങ് പീരീഡ് അറ്റോമിക് സൈസ് ഡിക്രീസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറ്റോമിക് സൈസ് ഡിക്രീസസ്. അതുമാത്രമല്ല, മറ്റൊരു പോയിന്റ് കൂടി പഠിച്ചിട്ടുണ്ട്. എന്താ? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും, അല്ലെങ്കിൽ എലോങ് പീരീഡ് അറ്റോമിക് സൈസ് ചെറുതായിക്കൊണ്ടിരിക്കും. നമ്മള് സൈസിന്റെ കാര്യം പറഞ്ഞു. സൈസ് ചെറുതാവുന്നത് മാത്രമല്ല, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് പീരീഡ് എടുത്താൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ ഇങ്ങനെ പോകും തോറും ആ സൈസ് ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ഈ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ന്യൂക്ലിയസ് എന്ത് ചെയ്യാൻ പറ്റും? ഷെയ്ഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ
വളരെ പെട്ടെന്ന് സാധിക്കും. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് എലോങ് പീരീഡ്. ഇൻക്രീസ് എന്ന് കാണിക്കാൻ അപ്പോൾ ആരോ ഇട്ടേക്കുന്നത് ഇൻക്രീസസ് എലോങ് പീരീഡ്. അപ്പൊ ക്ലിയർ ആണല്ലോ കൂട്ടുകാരെ? ഗ്രൂപ്പിൽ താഴേക്ക് വരുംതോറും സൈസ് കൂടും, സൈസ് കൂടുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും. എലോങ് പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? സൈസ് കുറയും, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അതുകൊണ്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഗ്രൂപ്പിൽ മുകളിലും താഴേക്ക് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും, പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പീരിയോഡിക് ടേബിൾ ഒന്ന് പരിശോധിച്ചേ. പീരിയോഡിക് ടേബിളിൽ ആർക്കായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കുറവ്, ആർക്കായിരിക്കും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ? നോക്കൂ. അപ്പൊ നമ്മള് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ എടുക്കുകയാണ്. ലെഫ്റ്റ് സൈഡ് പീരിയോഡിക് ടേബിളിൽ എടുത്താൽ ആരാണ് നിങ്ങൾക്കറിയാം? ആരൊക്കെയാ? ഹൈഡ്രജൻ ഹീലിയം മാറ്റി വെക്കൂ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇങ്ങനെയല്ലേ ലെഫ്റ്റ് സൈഡ് അടക്കം? നീ ഇവിടെ നിങ്ങൾ പീരീഡിൽ ഇവിടുന്ന് അങ്ങോട്ട് പോയാലോ? ഇതാര്? ബെറിലിയം. സോ ഇനി ഇവിടെ എല്ലാം ഡി ബ്ലോക്ക് ആണ്. ഡി കഴിഞ്ഞിട്ടോ ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. നോബിൾ ഗ്യാസിനെ പറ്റി നമ്മൾ എടുക്കണ്ട, കാരണം നോബിൾ ഗ്യാസുകൾ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളവരാ. അപ്പൊ അവരിനി ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ നിൽക്കില്ല. സോ അപ്പോ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും നമ്മൾ ഇതെല്ലാം ഇടുകയാണ്, ബാക്കി ഒന്നും വരയ്ക്കുന്നില്ല. നോക്കൂ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയും നമ്മൾ പറഞ്ഞു അല്ലെ? കാര്യം എന്താ? താഴേക്ക് വരുന്നൊരു സൈസ് കൂടുന്നു. അപ്പൊ പീരിയോഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് എടുക്കുക, ഏറ്റവും ലെഫ്റ്റ് സൈഡ്. അവിടെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സോ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആരാ? ഫ്രാൻസിയം. ഫ്രാൻസിയം റേഡിയോ ആക്റ്റീവ് ആയതുകൊണ്ട് ആൾറെഡി സീസിയം ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ സീസിയവും ഫ്രാൻസിയവും ആണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞയാള്. ക്ലിയർ? അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ത് ചെയ്യുന്ന പറഞ്ഞ്? കൂടുന്ന പറഞ്ഞ്. അപ്പൊ ഇങ്ങോട്ട് പോകുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി. ഹൈഡ്രജൻ ഹീലിയം മാറ്റാൻ ഞാൻ പറഞ്ഞു. ഹീലിയം നോബിൾ ഗ്യാസ് ആണ്, വിട്ടേക്കൂ. ഹൈഡ്രജനും ഇവിടെയാണ് വരുന്നത്. അപ്പൊ വേണ്ട, ലെഫ്റ്റിൽ റൈറ്റിലേക്കുള്ള കാര്യം വരികയായിരിക്കും. അപ്പൊ ഏറ്റവും ഫസ്റ്റ് പീരീഡ് എടുത്ത് ആരൊക്കെയാ വരുന്നത്? ഹൈഡ്രജനും ഹീലിയവും. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യം നോക്കണ്ട, ഹീലിയം നോബിൾ ഗ്യാസാ. അപ്പൊ അയാളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നിങ്ങൾ എടുക്കണ്ട. ശരി, അതെന്താ? നോബിൾ ഗ്യാസുകളെ സംബന്ധിച്ച് സ്റ്റേബിൾ കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവർ ഇലക്ട്രോണുകളെ അട്രാക്ട് ചെയ്യില്ല. സോ ഇനി ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എടുത്ത ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. സോ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ്. അങ്ങോട്ട് പോകുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആരായിരിക്കും? ഫ്ലൂറിൻ. അപ്പൊ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് ലെഫ്റ്റ് സൈഡിൽ താഴെ കിടക്കുന്ന ആൾക്ക്. കാരണം താഴേക്ക് വരുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും ഫ്രാൻസിയം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടി ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഏത്? ഫ്ലൂറിൻ. അപ്പൊ പീരിയോഡിക് ടേബിളിലെ ഹൈസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആര്? ഫ്ലൂറിൻ. ഫ്രണ്ട്സ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന സ്കെയിലിന്റെ പേര് പോളിംഗ് സ്കെയിൽ. മറ്റൊരു സ്കെയിൽ ഉണ്ട്, മുള്ളിക്കൻ സ്കെയിൽ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോ തൽക്കാലം പോളിംഗ് സ്കെയിൽ കാര്യം പറയും. പോളിംഗ് സ്കെയിലിൽ 0 മുതൽ 4 വരെയാണ് വാല്യൂ. 0 to 4. ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ സീസിയവും ഫ്രാൻസിയവും എല്ലാം 0.79 അല്ലെങ്കിൽ ഒരു 0.7 റേഞ്ചിൽ നിൽക്കും. ക്ലിയർ? ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഫ്ലൂറിൻ ഒരു 3.9 അല്ലെങ്കിൽ 4 ആ ഒരു റേഞ്ചിൽ നിൽക്കും അല്ലെ? അപ്പൊ നോക്കൂ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുന്ന സ്കെയിൽ പോളിംഗ് സ്കെയിൽ. അതിൽ 0 മുതൽ 4 വരെയാണ് വാല്യൂ. താഴേക്ക് വരുന്തോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ഫ്രാൻസിയത്തിന്റേത് 0.7 സംതിങ്. ലെഫ്റ്റിൽ റൈറ്റിലേക്ക് പോകുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടും. ഏറ്റവും കൂടിയ ഫ്ലൂറിന്റേത് ഒരു 3.94 അടുത്ത് നിൽക്കും. അപ്പൊ കൂട്ടുകാരെ, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലായി? ടെൻഡൻസി ടു അട്രാക്ട് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അത് ഗ്രൂപ്പിൽ മുകളിൽ താഴേക്ക് വരുന്നതോറും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് ഫ്രാൻസിയം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഏറ്റവും കൂടിയത് ഫ്ലൂറിൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി മുള്ളിക്കൻ സ്കെയിലിലോ പോളിംഗ് സ്കെയിലിലോ എക്സ്പ്രസ് ചെയ്യാം. പോളിംഗ് സ്കെയിലാണെങ്കിൽ 0 മുതൽ 4 വരെയാണ്. ഫ്രാൻസിയം അപ്രോക്സിമേറ്റ്ലി 0.7. ഫ്ലൂറിൻ ഏകദേശം 4 അടുത്ത വാല്യൂ ആയിരിക്കും പോളിംഗ് സ്കെയിലിൽ ഉണ്ടാവുക. അപ്പോ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്നും അത് പീരിയോഡിക് ടേബിളിൽ എങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും അതുപോലെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്നതോറും എങ്ങനെയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂവിന് ചേഞ്ച് ഉണ്ടാകുക എന്നുള്ളതും കൂട്ടുകാർക്ക് മനസ്സിലായി. സോ ഇനി പറയുക എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്നാണ്. നോക്കൂ കൂട്ടുകാരെ, ഒരു ന്യൂട്രൽ ആറ്റം ഞാൻ എടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി എ എന്നൊരു ആറ്റം ഞാൻ എടുക്കുന്നു. ആ ആറ്റത്തിലേക്ക് ഞാനൊരു ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ്. ഈ ആറ്റത്തിലേക്ക് ഞാനൊരു ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ്.
അപ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് അല്ലെങ്കിൽ എന്താൽപി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. It is the enthalpy change accompanied or energy change accompanied when an electron is added to a neutral atom. ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. നോക്കൂ, ഫ്ലൂറിൻ 1s2, ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 അല്ലെ. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p5. ഇതാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം, ഏറ്റവും പുറത്തെ സബ്ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ, സബ്ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ ആ എലമെന്റ് എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും, ആറ്റം എക്സ്ട്രാ സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? 1s2, 2s2, 2p5 എന്നാണ്. ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടെങ്കിൽ 2p6 ആവും. പി എന്ന സബ്ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും, എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൈവരും. അപ്പൊ ഞാൻ ഈ ഫ്ലൂറിനിലേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫ്ലൂറിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും. അപ്പൊ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഒരു ഇലക്ട്രോൺ അധികമായി വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നെഗറ്റീവ് ചാർജ് വരും അല്ലെ. സോ ഒരു ഇലക്ട്രോൺ അധികമായി വരുന്ന സമയത്ത് ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആയി, അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ ആയി. സോ ഫ്ലൂറിന്റെ നെഗറ്റീവ് അയോൺ ആയി, അപ്പൊ F- ആയി. പക്ഷെ കോൺഫിഗറേഷൻ എങ്ങനെയായി? 1s2, 2s2, 2p5ലേക്ക് ഒരു ഇലക്ട്രോൺ കൂടി വരുമ്പോൾ 2p6. അപ്പൊ ഫ്ലൂറിനെ പോലെ ഹാലജനുകളിലേക്ക് നിങ്ങൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്താൽ, ഹാലജൻസ് ഏതൊക്കെയാ? 17ാം ഗ്രൂപ്പ് എലമെന്റ്, 17th ഗ്രൂപ്പ് എലമെന്റ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ പ്രത്യേകത, അവരുടെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഇതുപോലെ ഒരു ഇലക്ട്രോണിന്റെ കുറവായിരിക്കും ഉണ്ടായിരിക്കും, ഏറ്റവും പുറത്തെ സബ് ഷെല്ലിൽ. അവിടേക്ക് നിങ്ങൾ ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്താൽ എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയിട്ട് മാറും. അപ്പൊ അവരെന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതിന്റെ ഭാഗമായിട്ട് എനർജി റിലീസ് ചെയ്യും. ക്ലിയർ? അപ്പൊ ഈ ഒരു എനർജി എന്ത് ചെയ്തു? എനർജി പുറത്തേക്ക് റിലീസ് ചെയ്തു. അപ്പൊ ഈ ഉണ്ടാകുന്ന എനർജി ചേഞ്ച്, ഇതിനെ ഞാൻ എന്ത് പേരിട്ട് റെഫർ ചെയ്യുക? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് റെഫർ ചെയ്യുക. സോ വാട്ട് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി? ഇറ്റ് ഈസ് എന്താൽപി ചേഞ്ച് അക്കംപ്ലീഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ ന്യൂട്രൽ ആറ്റം ടു കൺവേർട്ട് ഇറ്റ് ഇൻടു എ യൂണി നെഗറ്റീവ് അയോൺ. ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് അതിനെ യൂണി നെഗറ്റീവ് അയോൺ ആക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് അല്ലെങ്കിൽ എന്താൽപി ചേഞ്ച് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി. ഹാലജൻസിനെ സംബന്ധിച്ച് നിങ്ങൾ അവിടേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആകും. അപ്പൊ എനർജി ചേഞ്ച് എങ്ങനെയായിരിക്കും? എനർജി റിലീസ് ചെയ്യും. എന്തുകൊണ്ട്? സ്റ്റെബിലിറ്റി കൈവരിക്കുന്നതുകൊണ്ട്. നമുക്കറിയാം, എനർജി റിലീസ് ചെയ്യുമ്പോഴാണ്, എനർജി കുറയുമ്പോഴാണ് സ്റ്റെബിലിറ്റി കൈവരിക. അപ്പൊ ഹാലജൻസിന്റെ കോൺഫിഗറേഷൻ ഒരു ഇലക്ട്രോണിന്റെ കുറവുള്ള കോൺഫിഗറേഷൻ ആണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. സോ അവിടെ ഹാലജൻസിനെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് അതിനെ യൂണി നെഗറ്റീവ് ആക്കിയാൽ അയാൾക്ക് എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കൈവരിക്കാൻ സാധിക്കും. സോ അത് എനർജി റിലീസ് ചെയ്യും. അപ്പൊ അതാണ് അവിടെ നടക്കുന്ന എനർജി ചേഞ്ച്. ഇങ്ങനെ ഓരോ ആറ്റത്തിലേക്കും നിങ്ങൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്ത് അതിനെ നെഗറ്റീവ് അയോണാക്കി മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എനർജി ചേഞ്ചിനെയോ അല്ലെങ്കിൽ എന്താൽപി ചേഞ്ചിനെയൊക്കെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക? ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി? ഫ്രം സിമ്പിൾ, it is energy change or enthalpy change accompanied when an electron is added to a neutral atom to convert it into a uni negative ion. ഇനി നമുക്ക് പറയേണ്ടത് പീരിയോഡിക് ടേബിളിൽ ടോപ്പ് ടു ബോട്ടവും ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്താൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി വാല്യൂവിന് എന്ത് സംഭവിക്കുന്നതാണ്? നോക്കൂ, പീരിയോഡിക് ടേബിളിൽ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് പീരീഡ് മൂവ് ചെയ്താൽ നിങ്ങൾക്കറിയാം അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റ് ടു റൈറ്റ് പോയാൽ ഇവർക്ക് ഇലക്ട്രോണിനെ സ്വീകരിക്കാനുള്ള കഴിവ് കൂടും. അപ്പൊ ഇലക്ട്രോണിനെ സ്വീകരിച്ച് എനർജിയെ പുറത്തേക്ക് വിടാനുള്ള കഴിവ് കൂടും. നോക്കൂ, ഞാൻ കുറച്ച് കോൺഫിഗറേഷൻ കാണിച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ മൂവ് ചെയ്ത് നോക്കി. എക്സാമ്പിൾ, ഓക്സിജൻ, ഫ്ലൂറിൻ ലെഫ്റ്റ് ടു റൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകണല്ലോ അല്ലെ. നിങ്ങൾ കോൺഫിഗറേഷൻ നോക്കി, ഓക്സിജൻ 1s2, 2s2, 2p4 അല്ലെ. ഫ്ലൂറിൻ 1s2, 2s2, 2p5 ഇങ്ങനെയല്ലേ കോൺഫിഗറേഷൻ. ഓക്സിജൻ 8, ഫ്ലൂറിൻ 9. സോ ഓക്സിജൻ 1s2, 2s2, 2p4, ഫ്ലൂറിൻ 1s2, 2s2, 2p5. അപ്പൊ ഇങ്ങോട്ട് പോകും തോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. മാത്രമല്ല നോക്കൂ, ഇവിടെ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ കോൺഫിഗറേഷൻ 2p5 ആകും. ഇവിടെ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ 2p6 ആകും. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ മൂവ് ചെയ്യും തോറും ഇലക്ട്രോണിനെ സ്വീകരിച്ചാൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാനുള്ള ചാൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു ഒത്തിരി എനർജിയെ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തായാലും കൂട്ടുകാരെ നിങ്ങൾ അറിയേണ്ടത്
ലെഫ്റ്റ് ടു റൈറ്റ് മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നു, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇലക്ട്രോണിനെ എടുക്കാൻ, നമ്മൾ നേരത്തെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ കേസ് പറഞ്ഞതും അത് തന്നെയല്ലേ. സൈസ് കുറയും തോറും ന്യൂക്ലിയസിൽ നിന്ന് ഔട്ടർ ഷെല്ലിലേക്കുള്ള അകലം കുറയും. മാത്രമല്ല ന്യൂക്ലിയസിന്റെ ചാർജും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? അവർക്ക് പുറത്തിരിക്കുന്ന ഇലക്ട്രോണിനെ പെട്ടെന്ന് അകത്തേക്ക് എടുത്തു വെക്കാൻ സാധിക്കും. അപ്പൊ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് സ്റ്റെബിലിറ്റി കൈവരിച്ച് എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി എലോങ് പീരീഡ് എന്ത് സംഭവിക്കും? ഇൻക്രീസസ്. ഇനി നോക്കൂ, ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് എനർജി റിലീസ് ചെയ്യാണ്. റിലീസ് ചെയ്യുന്ന എനർജിയെ നമ്മൾ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഒരു സിസ്റ്റം ഉള്ളിലേക്ക് എടുക്കുന്ന എനർജിയുടെ സൈൻ പോസിറ്റീവായും റിലീസ് ചെയ്യുന്ന എനർജിയുടെ സൈൻ നെഗറ്റീവായിട്ടുമാണ് കണക്കാക്കുക. ക്ലിയർ? ഉള്ളിലേക്ക് എടുക്കുന്ന എനർജിയുടെ സൈൻ പോസിറ്റീവ്. ഇപ്പൊ ഞാൻ ഒരു സിസ്റ്റമാണ്, ഒരു ആറ്റം ആണെങ്കിൽ ഞാൻ 5 ജൂൾ എനർജി അബ്സോർബ് ചെയ്താൽ അത് എനിക്കുണ്ടായ ലാഭമാണ്. സോ +5 ജൂൾ എന്ന് കാണിക്കണം. ഞാൻ 5 ജൂൾ എനർജിയെ പുറത്തേക്ക് വിട്ടാൽ അത് ഈ സിസ്റ്റത്തിനുണ്ടായ നഷ്ടമാണ്, -5 എന്ന് കാണിക്കണം. ഞാൻ പറഞ്ഞു എലോങ് പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾ മൂവ് ചെയ്താൽ അറ്റോമിക് സൈസ് കുറയുന്നു, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതുകൊണ്ട് ഇലക്ട്രോണിനെ എടുത്ത് കൂടുതൽ എൻതാൽപ്പി പുറത്തേക്ക് കൂടും, ഇലക്ട്രോൺ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യുന്നു. ഓർത്തിരിക്കുക, ഈ ഇലക്ട്രോൺ എൻതാൽപ്പിയുടെ സൈൻ മൈനസ് ആണ്. കാരണം എനർജി റിലീസ് ചെയ്യുന്നതിന്റെ സൈൻ മൈനസ് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇൻക്രീസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് മോർ നെഗറ്റീവ് ആകുന്നു. അതായത് ഇപ്പൊ -5, -10, -15 അങ്ങനെ ഇലക്ട്രോൺ എൻതാൽപ്പി കൂടി പോവുകയാണ്. പക്ഷെ അതിന്റെ സൈൻ നെഗറ്റീവ് ആണെന്ന് ആലോചിക്കണം. സോ മോർ നെഗറ്റീവ് ആവുന്നു. അപ്പൊ ഇലക്ട്രോൺ എൻതാൽപ്പിക്ക് പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. കൃത്യമായി പറഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. ശരി, അപ്പോ ടോപ്പ് ടു ബോട്ടം എന്ത് സംഭവിക്കും? സൈസ് കൂടുതലേ. സൈസ് കൂടുമ്പോ സൈസ് ഇൻക്രീസ് ചെയ്യല്ലേ? ഗ്രൂപ്പിൽ മുകളിൽ താഴേക്ക് വരും തോറും അല്ലെ? നിങ്ങൾ ഡൗൺ ദി ഗ്രൂപ്പാണ് ഒബ്സർവ് ചെയ്യുന്നതെങ്കിൽ സൈസ് ഇൻക്രീസ് ചെയ്യും. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ന്യൂക്ലിയസിൽ നിന്ന് പുറത്തെ ഷെല്ലുകളിലേക്കുള്ള അകലം കൂടും. അപ്പൊ ഇലക്ട്രോണെ എടുത്ത് വെക്കാനുള്ള ശേഷി കുറയും. സോ അപ്പൊ കുറച്ച് എനർജി മാത്രമേ പുറത്തേക്ക് കൂടും. അപ്പൊ ഗ്രൂപ്പിൽ മുകളിൽ താഴേക്ക് വരുന്നതോറും ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുകയാണ്, സൈസ് കൂടുകയാണ്. സോ അതുകൊണ്ട് ഇലക്ട്രോണിനെ എടുത്ത് വെച്ച് എനർജി റിലീസ് ചെയ്യാനുള്ള ആറ്റത്തിന്റെ കഴിവ് കുറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപി ഡിക്രീസസ്. ഞാൻ പറഞ്ഞു, പുറത്തേക്ക് വിടുന്നതിന്റെ സൈൻ എന്താ? നെഗറ്റീവാണ്. അപ്പൊ കുറയുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ലെസ്. ആ സൈൻ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ലെസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ലെസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് നെഗറ്റീവ് സൈൻ എന്ന് വെച്ചപ്പോ -10, -9, -8, -7 അങ്ങനെ ലെസ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെ? അപ്പൊ ആ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ക്ലിയർ? അപ്പൊ കൂട്ടുകാരെ, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിക്ക് പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്ത് സംഭവിക്കുന്നു? എലോങ് പീരീഡ് അറ്റോമിക് സൈസ് കുറഞ്ഞ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് ആറ്റങ്ങൾക്ക് എളുപ്പത്തിൽ ഇലക്ട്രോണിനെ എടുത്ത് കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും. അത് പുറത്തേക്ക് കൊണ്ടുണ്ടായതുകൊണ്ട് ആ സൈൻ മൈനസ് എന്ന് പറഞ്ഞാൽ മോർ ഇൻക്രീസ് ചെയ്യുകയാണ്. പക്ഷെ അത് മൈനസ് സൈൻ ആണ്, നെഗറ്റീവ് ആണെന്ന് ഓർത്തണം. സോ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതും സൈസ് കൂടി ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. ആറ്റങ്ങൾക്ക് ഇലക്ട്രോണിനെ എടുത്ത് എനർജി റിലീസ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനുള്ള ഇലക്ട്രോണെ എടുക്കാനുള്ള ടെൻഡൻസി കുറയുക. അപ്പൊ ഇലക്ട്രോണെ എടുക്കാനുള്ള ടെൻഡൻസി കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറയുന്നു. ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ച് ആണ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. ഇലക്ട്രോണെ എടുത്തിട്ടുണ്ടാകുന്ന എന്താൽപ്പി ചേഞ്ച് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. അതിനെന്ത് സംഭവിക്കുന്നു? കുറയുന്നു. അപ്പൊ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറയുന്നു. സോ ഡൗൺ ദി ഗ്രൂപ്പ് സൈസ് കൂടുന്നു, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നു, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഡിക്രീസ് ചെയ്യുന്നു. ഓർത്തോണം, പുറത്തേക്ക് ഇടുന്നതുകൊണ്ട് സൈൻ നെഗറ്റീവ് ആണ്. സോ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ലെസ് നെഗറ്റീവ് ആകുന്നു എന്ന് ഓർത്തിരിക്കുക. സോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ പറയുമ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയുടെ കുറച്ച് പോർഷൻസ് കൂടി ക്ലിയർ ആവും. നോക്കൂ, ഒരു ചോദ്യം ഇങ്ങനെയാണ്: halogens have large negative value of electron gain enthalpy, but noble gases have large positive value of ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി. എക്സ്പ്ലെയിൻ. ഹാലജൻസിന് വലിയ, അതായത് ലാർജ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ എന്താൽപ്പി. ഇലക്ട്രോൺ എന്താൽപ്പി വളരെ കൂടുതലാണ്, അത് നെഗറ്റീവ് വാല്യൂ ആണ്. ലാർജ് നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ എന്താൽപ്പി. എന്നാൽ നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ എന്താൽപ്പി വാല്യൂ പോസിറ്റീവ് ആണ്, ഒത്തിരി പോസിറ്റീവ് ആണ്. അപ്പൊ ഹാലജൻസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒത്തിരി നെഗറ്റീവ് ആണ്. അതുപോലെ നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ഒത്തിരി പോസിറ്റീവ് ആണ്. എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഞാനൊരു ഹാലജൻ എടുക്കാം. ഹാലജന്റെ കോൺഫിഗറേഷൻ എന്താ? NS2 NB5.
എന്താ ഈ കോൺഫിഗറേഷന്റെ പ്രത്യേകത? നിങ്ങൾ അവിടത്തേക്ക് ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കൊടുത്താൽ അയാളുടെ കോൺഫിഗറേഷൻ എങ്ങനെയാകും? NS2Nb6 എന്നുള്ള എക്സ്ട്രാ സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആവും. അതുകൊണ്ട് അയാൾ എനർജിയെ എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും. ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യും. പുറത്തേക്ക് വിടുന്ന എനർജിയുടെ സൈൻ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഹാലജൻസിന്റെ ഇലക്ട്രോൺ ഗിവൻ എൻതാൽപ്പി ലാർജ് നെഗറ്റീവ് ആയത്. Once I repeat, halogens have general electronic configuration NS2Nb5. They accept one electron and attain stable noble gas configuration NS2Nb6. So they release large amount of energy. അപ്പോൾ പുറത്തേക്ക് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് സൈൻ നെഗറ്റീവ് ആയത്. ഞാൻ നേരത്തെ പറഞ്ഞു, തെർമോഡൈനാമിക്കലി ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എൻതാൽപ്പിയുടെ സൈൻ നെഗറ്റീവ് ആണ്. സോ ലാർജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന്റെ സൈൻ നെഗറ്റീവ് ആയത്. സോ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ നെഗറ്റീവ് ആണ്. Then what about noble gases? നോക്കൂ, നോബിൾ ഗ്യാസസിന് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയ NS2Nb6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടേക്ക് നിങ്ങൾ ഒരു ഇലക്ട്രോണെ ആഡ് ചെയ്താൽ അയാൾക്ക് ഇനി ഇലക്ട്രോണിനെ വേണ്ട. എന്താ കാര്യം? സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആയി ഇലക്ട്രോണിനെ സ്വീകരിക്കില്ല. അപ്പൊ ഇലക്ട്രോൺ കയറേണ്ടത് അടുത്ത, നമ്മൾ ക്വാണ്ടം നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അടുത്ത പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലേക്ക്, അതായത് അടുത്ത മെൻഷനിലേക്ക് ഇലക്ട്രോൺ കയറേണ്ടത്. അപ്പൊ അടുത്ത മെയിൻ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ കയറാൻ ഇവിടെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ നിൽക്കുന്നു. ഇനി അടുത്തൊരു ഷെല്ലിലേക്ക് ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്ത് വെക്കേണ്ട കാര്യം നോബിൾ ഗ്യാസിനില്ല. അപ്പൊ ഇവിടെ ഇലക്ട്രോണെ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ എനർജി അങ്ങോട്ട് കൊടുക്കണം, ആറ്റത്തിലേക്ക് എനർജി കൊടുക്കണം. എനർജി ഷുഡ് ബി സപ്ലൈഡ് ടു ദി ആറ്റം ഫോർ അക്സെപ്റ്റിംഗ് വൺ ഇലക്ട്രോൺ, അല്ലേ? എനർജി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. നോബിൾ ഗ്യാസ് ഇലക്ട്രോണെ എടുക്കില്ല. സോ എനർജി ഷുഡ് ബി സപ്ലൈഡ് ടു ദി ആറ്റം. നിങ്ങൾ ഉള്ളിലേക്ക് അങ്ങോട്ട് എനർജി കൊടുക്കുന്നത് കൊണ്ട്, ഞാൻ പറഞ്ഞു സിസ്റ്റത്തിലേക്ക് എനർജി കൊടുത്താൽ അതിന്റെ സൈൻ എന്താന്ന് ഞാൻ പറഞ്ഞു, പോസിറ്റീവ്. മറ്റത് എന്തായിരുന്നു? നെഗറ്റീവ്. അപ്പൊ നോക്കിക്കേ, ഹാലജൻസിന്റെ കോൺഫിഗറേഷൻ NS2Nb5, അവിടെ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചാൽ NS2Nb6 എന്ന സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആകും. സോ അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ എന്തായിരിക്കും? NS2Nb5 എന്നുള്ള കോൺഫിഗറേഷനിൽ ഒരു ഇലക്ട്രോണെ സ്വീകരിച്ച് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആകുമ്പോൾ ഒത്തിരി എനർജി റിലീസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വാല്യൂ ലാർജ് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ നോബിൾ ഗ്യാസിനെ സംബന്ധിച്ച് അവരുടെ കോൺഫിഗറേഷൻ NS2Nb6 ആണ്. അതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കണമെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആറ്റത്തിലേക്ക് സപ്ലൈ ചെയ്യണം. അപ്പോൾ അവരുടെ ഇലക്ട്രോൺ എൻതാൽപ്പി വാല്യൂ ആറ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ് ആയിരിക്കും, ലാർജ് പോസിറ്റീവ് ആയിരിക്കും. സോ ദാറ്റ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. കൂട്ടുകാരെ, മറ്റൊരു ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ is greater than that of chlorine. But its electron gain enthalpy is, അല്ലെങ്കിൽ electron gain enthalpy of fluorine is less than that of chlorine. എന്നുള്ളതാണ്. അപ്പൊ എന്താ ചോദ്യം? ഫ്ലൂറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ക്ലോറിനേക്കാൾ കൂടുതലാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ. ബട്ട് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ഫ്ലൂറിൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ക്ലോറിൻ. പക്ഷെ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ക്ലോറിനേക്കാൾ കുറവാണ്. എന്തുകൊണ്ട്? നോക്കൂ, നമുക്ക് 17th ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണ് നോക്കാം. ഏതൊക്കെയാ 17th ഗ്രൂപ്പ് എലമെന്റ്സ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. നമ്മൾ ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടീസ് അനുസരിച്ച് താഴേക്ക് വരുന്തോറും എന്ത് ഇൻക്രീസ് ചെയ്യും? സൈസ് കൂടുന്നു, സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് ഇൻക്രീസ് ചെയ്താൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി, അതുപോലെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസ് ചെയ്യും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? കുട്ടികളെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും സൈസ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ എൻതാൽപ്പിയും കുറയും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫ്ലൂറിന്റെ ഇലക്ട്രോൺ, അപ്പൊ നോക്കൂ, ടോപ്പിലും താഴേക്ക് വരുന്നതും ശരിക്കും സംഭവിക്കേണ്ടത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇലക്ട്രോൺ എൻതാൽപ്പിയും കുറയണം. അപ്പൊ ഫ്ലൂറിന് ഇതെല്ലാം കൂടുതലായിരിക്കണം, അല്ലെ? ടോപ്പിൽ കിടക്കുന്നയാൾക്ക് ഇതെല്ലാം കൂടുതലായിരിക്കണം. താഴേക്ക് വരുന്നതും സൈസ് കൂടുന്നത് കൊണ്ട് ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ താഴേക്ക് വരുന്നതോറും ഇതെല്ലാം കുറയണം. അപ്പൊ ഫ്ലൂറിനേക്കാളും കുറവായിരിക്കണം ഈ രണ്ട് കാര്യവും ക്ലോറിന്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഫ്ലൂറിന് തന്നെ ആയിരിക്കണം ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കൂടിയിരിക്കേണ്ടത്.
താഴെ കിടക്കുന്ന സൈസ് കൂടിയ ക്ലോറിന് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും കുറവായിരിക്കണം. പക്ഷെ ചോദ്യം എന്താ, ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാ, പക്ഷെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി കുറവാ. അതെന്തുകൊണ്ട് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കറിയാം ഫ്ലൂറിന്റെ സ്മാൾ സൈസ് ആണ്, അതുകൊണ്ട് അതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്, ഹയർ ദാൻ ക്ലോറിൻ. അത് ഈ ഡൗട്ട് ഇല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അല്ലെ. എന്താ കാര്യം, ഫ്ലൂറിനെ സംബന്ധിച്ച് ചെറിയ സൈസാ, താഴേക്ക് വരുന്തോറും സൈസ് കൂടും, അറ്റോമിക് സൈസ് ഇൻക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. സോ ഫ്ലൂറിൻ ഹാസ് സൈസ് ലോവർ ദാൻ ക്ലോറിൻ, അല്ലെങ്കിൽ ഈ 17ാം ഗ്രൂപ്പിൽ ഏറ്റവും സൈസ് കുറഞ്ഞ ആള് തന്നെ ഫ്ലൂറിനാണ്. സോ ഡ്യൂ ടു സ്മാളർ സൈസ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ക്ലോറിനേക്കാൾ കൂടുതലാണ്. ദെൻ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും ഫ്ലൂറിനായിരുന്നു കൂടിയിരിക്കേണ്ടത് അല്ലെ. കാര്യം എന്താ, ചെറിയ സൈസ് ആയതുകൊണ്ട്. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഫ്ലൂറിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിക്കേ. അറ്റോമിക് നമ്പർ 9 1s2 2s2 2p5 അല്ലെ. ക്ലോറിന്റെ കോൺഫിഗറേഷൻ നിങ്ങൾ നോക്കിക്കേ, 17 1s2 2s2 2p6 3s2 3p5. അതായത് ഫ്ലൂറിനിലേക്ക് നിങ്ങൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്താൽ ഇലക്ട്രോൺ ഗെയിൻ എന്താപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ടു അട്രാക്ട് ഷെയ്ഡ് വെയർ ഓഫ് ഇലക്ട്രോൺ. ഷെയ്ഡ് വെയർ ഓഫ് ഇലക്ട്രോണിനെ അടുത്തേക്ക് പിടിച്ചു നിർത്തിയാൽ മതി അല്ലെ. അത് നോക്കുമ്പോൾ ചെറിയ സൈസ് ഉള്ള ആൾക്കാണ്, ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിൽ നിന്ന് പുറത്തെ ഷെല്ലിലേക്കുള്ള അകലം കുറവ് ചെറിയ സൈസ് ഉള്ള ആൾക്കാണ്. ചെറിയ സൈസ് ഉള്ള ആൾക്ക് ഇലക്ട്രോൺ പെയറിനെ അടുത്തേക്ക് പിടിച്ചെടുത്താം. സോ ഫ്ലൂറിൻ ചെറിയ സൈസ് ആയതുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. ദെൻ പക്ഷേ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് എടുത്തു വെക്കണം, ആറ്റം ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് എടുക്കണം. ഫ്ലൂറിനിൽ ആ ഇലക്ട്രോൺ കയറിയിരിക്കേണ്ടത് 2p-യിലേക്കും ക്ലോറിനിൽ അത് 3p-യിലേക്കുമാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ സൈസ് തൽക്കാലം നമ്മൾ ഇങ്ങനെ അസ്യൂം ചെയ്ത് വരച്ചാൽ ഫ്ലൂറിനിൽ എത്ര മെയിൻ ഷെല്ലാ, 2 മെയിൻ ഷെൽ അല്ലെ. ഒന്നാമത്തെ മെയിൻ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ മെയിൻ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ ഇതാ ഇങ്ങനെ ഇരിക്കും. ഫസ്റ്റ് മെയിൻ ഷെൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് മെയിൻ ഷെല്ലിൽ 5 2 7 ഇലക്ട്രോൺ. 1 2 3 4 5 6 7. ക്ലോറിൻ വരയ്ക്കുമ്പോഴോ അവിടെ ഫസ്റ്റ് മെയിൻ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് മെയിൻ ഷെല്ലിൽ 6 2 8 ഇലക്ട്രോൺ, തേർഡ് മെയിൻ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. അപ്പൊ ക്ലോറിൻ വരയ്ക്കുമ്പോൾ ഇതുപോലെ ഫസ്റ്റ് മെയിൻ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് മെയിൻ ഷെല്ലിൽ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ, തേർഡ് മെയിൻ ഷെല്ലിൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺ. ഇതിൽ ഫ്ലൂറിനിലേക്ക് അടുത്തൊരു ഇലക്ട്രോൺ ചെന്ന് കയറിയാൽ ഇലക്ട്രോണുകൾക്കിടയിൽ ഇരിക്കാനുള്ള സ്ഥലമില്ല. സോ ഇലക്ട്രോണുകൾ പരസ്പരം റിപ്പൽ ചെയ്യും. അതിനെ ഞാൻ വിളിക്കുന്ന ടേമിന്റെ പേര് ഓർത്തോണം, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. ക്ലോറിൽ പക്ഷെ കുറച്ചുകൂടി സ്ഥലമുണ്ട് അല്ലെ, കുറച്ചുകൂടി വലിയ ഷെല്ലാ പുറത്തെ ഷെല്ല്. അപ്പൊ അവിടെ അത്രയും റിപ്പൽഷൻ ഉണ്ടാവില്ല. ഫ്ലൂറിനെ സംബന്ധിച്ച് ചെറിയ ഒരു ഷെല്ലാണ് പുറത്തെ ഷെല്ല്. ആ സ്മാളർ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ ചെന്ന് കയറിയാൽ റിപ്പൽഷൻ ഉണ്ടാകും. കുറച്ച് സ്ഥലമേ ഉള്ളൂ, അവിടെ ഒരു ഇലക്ട്രോണിന്റെ കയറിയിരുന്ന റിപ്പൽഷൻ ഉണ്ടാവും. പക്ഷെ ക്ലോറിനെ സംബന്ധിച്ച് കുറച്ചുകൂടി വലിയ ഷെല്ല്, അവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ടെന്ന് ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് നമ്മൾ അതിനെ കൃത്യമായ കെമിസ്ട്രി പറയുന്നു. സോ ഇൻ ഫ്ലൂറിൻ ദി നെക്സ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻടു സ്മാളർ 2p ലെവൽ കോസസ് ഗ്രേറ്റർ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. ആ ടൈം മറന്നു പോയത്, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ. അപ്പൊ ഫ്ലൂറിനിലേക്ക് കയറാൻ പോകുന്ന നെക്സ്റ്റ് ഇലക്ട്രോൺ സ്മാളർ 2p ലെവലിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷന് കാരണമാകും. പക്ഷേ ക്ലോറിനിൽ അടുത്ത ഇലക്ട്രോൺ കയറേണ്ടത് വലിയ 3p-യിലേക്കാണ്. അവിടെ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്, ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കുറവാണ്. അപ്പൊ ഫ്ലൂറിനേക്കാൾ നന്നായി ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ കഴിയുക ക്ലോറിനാണ്, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാൻ കഴിയുക ഫ്ലൂറിനാണ്. പക്ഷെ ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് എടുത്തു വെക്കുമ്പോൾ ചെറിയ ഷെല്ലിലേക്കാണ് വെക്കേണ്ടത്. അതുകൊണ്ട് അവിടെ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഉണ്ടാകും. സോ ഫ്രണ്ട്സ്, ഫ്ലൂറിനേക്കാൾ നന്നായി ഇലക്ട്രോണിനെ എടുത്തു വെക്കാൻ കഴിയുക ക്ലോറിനാണ്. അതുകൊണ്ടാണ് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി കുറഞ്ഞിരിക്കാനും ക്ലോറിന്റേത് കൂടിയിരിക്കാനും കാരണം. സോ ക്ലിയർ. അപ്പൊ നോർമലി സൈസ് കുറഞ്ഞ ഫ്ലൂറിനായിരുന്നു ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും കൂടിയിരിക്കേണ്ടത്. സൈസ് കുറഞ്ഞ ഫ്ലൂറിനായിരുന്നു ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പിയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും കൂടിയിരിക്കേണ്ടത്. പക്ഷെ എന്താ പ്രശ്നം, ഫ്ലൂറിനെ സംബന്ധിച്ച് അടുത്ത ഇലക്ട്രോൺ കയറേണ്ടത് സ്മാളർ 2p ലെവലിലേക്ക് ആയതുകൊണ്ട് അയാൾക്ക് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി ക്ലോറിനോളം വരില്ല. കാരണം ചെറിയ 2p ലെവലിൽ കയറുന്ന ഇലക്ട്രോൺ പരസ്പരം റിപ്പൽ ചെയ്ത് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൽഷന് കാരണമാകും. ക്ലിയർ. അപ്പോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, അതിന് ഉത്തരം. ഈ ചോദ്യം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. സാധാരണഗതിയിൽ ഫ്ലൂറിനായിരുന്നു ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ എന്താൽപ്പിയും കൂടിയിരിക്കേണ്ടത്. പക്ഷെ ചെറിയ സൈസ് ആയതുകൊണ്ട് ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ഫ്ലൂറിന് തന്നെ, ഡൗട്ടില്ല. പക്ഷെ
ഇലക്ട്രോണിനെ എടുത്തു വെക്കാനുള്ള കഴിവ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ മൂലം ഫ്ലൂറിന് കുറവാണ്. സോ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ എൻതാൽപ്പി കുറവും ക്ലോറിന്റെ കൂടുതലുമാണ്. സോ ദാറ്റ് ഓൾ അബൌട്ട് ദി ക്വസ്റ്റ്യൻ പാർട്ട്. അപ്പോൾ ഇത്രയും പോർഷൻസ് നന്നായി കണ്ടുപിടിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ആൾ. താങ്ക് യു.